ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇൻഓർഡർ ട്രാവേഴ്സൽ ആണ് കണ്ടത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീ ഓർഡർ ട്രാവേഴ്സൽ ആണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പ്രീ ഓർഡർ ട്രാവേഴ്സൽ ആണെങ്കിൽ നമ്മൾ അവിടുത്തെ ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ്, DLR അല്ലെ, ഡേറ്റ ലെഫ്റ്റ് റൈറ്റ്. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ പ്രീ ഓർഡർ ട്രാവേഴ്സലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഒരു പ്രീ ഓർഡർ ട്രാവേഴ്സൽ ചെയ്യാം, ഓക്കെ, അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ തന്നിരിക്കുന്ന ട്രീ ഇതാണ്. സോ ഇതിൽ നമ്മൾ പ്രീ ഓർഡർ ട്രാവേഴ്സൽ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ഒരു DLR എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോർമാറ്റ് ഞാൻ എല്ലാ നോഡിലും എഴുതാൻ പോവാണ്. സോ DLR, സോ എല്ലാ നോഡുകളിലും ഞാൻ DLR എന്ന ഈ ഒരു ഫോം കൊടുത്തു. ഓക്കെ, അപ്പോൾ എല്ലാ നോഡുകളിലും DLR വന്നു. സോ DLR എന്ന് പറഞ്ഞാൽ D എന്ന് പറഞ്ഞ ഡേറ്റ, L എന്ന് പറയുന്നത് എന്താണ്, ലെഫ്റ്റ്, ദെൻ R എന്ന് പറയുന്നത് റൈറ്റ് ആണ് അല്ലെ. സോ ഇത് ഞാൻ എല്ലായിടത്തും എഴുതി. ഇനി ഞാൻ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രീ ഓർഡർ ട്രാവേഴ്സൽ ആണെങ്കിലും ഏത് ട്രാവേഴ്സൽ ആണെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, റൂട്ട് നോഡിൽ നിന്നാണ് അല്ലെ. സോ ഇവിടെ ക്യാപിറ്റൽ A എന്ന് പറയുന്ന ഈ നോഡാണ് റൂട്ട് നോഡ്, അതായത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് വരുന്ന നോഡാണ് റൂട്ട് നോഡ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് എന്താണ്, D, അതായത് റൈറ്റ് ഡേറ്റ എന്നാണ്. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഡേറ്റ എന്നാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ നോഡിലുള്ള ഡേറ്റ ഞാൻ റൈറ്റ് ചെയ്തു. സോ ഞാൻ ഈ DA ഇങ്ങനെ കട്ട് ചെയ്യുകയാണ്, കാരണം ഞാനത് പെർഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനുമാണ് ഈ A എന്ന് പറയുന്ന ഈ ഒരു ഡേറ്റയെ ഞാൻ ഔട്ട്പുട്ടിലേക്ക് റൈറ്റ് ചെയ്തു. സോ ഞാൻ ഔട്ട്പുട്ടിലേക്ക് ഞാൻ A റൈറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് എന്താണ്, L എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലോട്ട് പോകാനാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്തു, ലെഫ്റ്റ്, ഈ ഒരു ഓപ്പറേഷൻ ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ നേരെ എയുടെ ലെഫ്റ്റിലേക്ക് വന്നു. എയുടെ ലെഫ്റ്റിലേക്ക് വന്നപ്പോഴത്തേക്കിനും എന്താണ്, ഇവിടെ B ആണ് അല്ലെ. സോ ഇവിടെ വന്നു, ഈ ഒരു B എന്ന് പറഞ്ഞ നോഡിലേക്ക് വന്നു. സോ അവിടെ നോക്കുമ്പോൾ എന്താണ്, അവിടെ ആദ്യത്തെ ഓപ്പറേഷൻ ഏതാണ്, D എന്ന് പറഞ്ഞ റൈറ്റ് ഡേറ്റ. സോ ഞാൻ ഈ D എന്ന് പറഞ്ഞ ഓപ്പറേഷനെ കട്ട് ചെയ്തിട്ട് ഈ നോഡിനുള്ളിലെ ഡേറ്റയെ ഞാൻ ഔട്ട്പുട്ടിലേക്ക് എഴുതുകയാണ്. സോ B, നെക്സ്റ്റ് ഞാൻ B എഴുതി. ഓക്കെ, എന്റെ ഔട്ട്പുട്ടിൽ B വന്നു. ദെൻ നെക്സ്റ്റ് അടുത്ത ഓപ്പറേഷൻ എന്താണ്, L മീൻസ് ലെഫ്റ്റിലോട്ട് പോകാനാ. സോ ഞാൻ ഈ ഒരു ഓപ്പറേഷൻ കട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, നേരെ ബിയുടെ ലെഫ്റ്റിലേക്ക് വന്നു. ലെഫ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കിനും എന്താണ്, ഇവിടെ D എന്ന് പറഞ്ഞ നോഡാണ് അല്ലെ. ഇനി ഈ നോഡിൽ നോക്കുമ്പോൾ ആദ്യം പെർഫോം ചെയ്യേണ്ടത് എന്താണ്, റൈറ്റ് ഡേറ്റയാണ്. സോ ഈ D ഞാൻ മാറ്റിയിട്ട് എന്ത് ചെയ്തു, ഈ നോഡിനുള്ളിലെ ഡേറ്റ ഞാൻ ഔട്ട്പുട്ടിലേക്ക് റൈറ്റ് ചെയ്തു. സോ ക്യാപിറ്റൽ D. ദെൻ എന്ത് ചെയ്തു, ലെഫ്റ്റ് പെർഫോം ചെയ്യാൻ നോക്കുമ്പോൾ ലെഫ്റ്റും ഇല്ല റൈറ്റും ഇല്ല. സോ ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്ത് കളയാം, കാരണം ഡിക്ക് ലെഫ്റ്റും റൈറ്റും ഇല്ല, ഇത് ലീഫ് നോഡാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, നേരെ മുകളിലേക്ക് ഞാൻ പോയി. അതെ, എവിടെ നിന്നാണ് ഇങ്ങോട്ട് താഴോട്ട് വന്നത് അതേ ലെവലിൽ നേരെ മുകളിലേക്ക് പോയി. അവിടെ പോകുമ്പോഴത്തേക്കിനും എന്താണ്, ബാക്കി മിച്ചം എന്താണ് പെർഫോം ചെയ്യാനുള്ളത്, 6 ആണ് അല്ലെ. അപ്പൊ റൈറ്റ് ആണ് പെർഫോം ചെയ്യാനുള്ളത്. സോ ഞാൻ ഈ 6നെ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ബിയുടെ റൈറ്റിലേക്ക് പോയി. ബിയുടെ റൈറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ E ആണ് അല്ലെ. സോ ഇവിടെ ഞാൻ ഫസ്റ്റ് പെർഫോം ചെയ്യേണ്ടത് എന്താണ്, റൈറ്റ് ഡേറ്റയാണ്. അപ്പൊ D ഞാൻ കട്ട് ചെയ്തിട്ട് ഈ E ഞാൻ ഔട്ട്പുട്ടിലേക്ക് റൈറ്റ് ചെയ്തു. സോ E എന്ന് പറഞ്ഞ് ഞാൻ ഔട്ട്പുട്ടിലേക്ക് റൈറ്റ് ചെയ്തു. ഇനി ഇതിന് ലെഫ്റ്റും റൈറ്റും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ജസ്റ്റ് കട്ട് ചെയ്ത് വിട്ടേക്കുക, നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം Eക്ക് ലെഫ്റ്റും റൈറ്റും അങ്ങനത്തെ നോഡുകളൊന്നും ഇല്ല. ദെൻ ഞാൻ വന്ന വഴിയെ നേരെ തിരിച്ചു പോയി ബിയിൽ എത്തി. ബിയിൽ നോക്കുമ്പോൾ ഞാൻ ഓൾറെഡി എല്ലാം പെർഫോം ചെയ്തു. ദെൻ അവിടെ നിന്ന് ഞാൻ നേരെ മുകളിലേക്ക് പോയി എയിൽ വന്നു. എയിൽ വരുമ്പോൾ നെക്സ്റ്റ് എന്താണ് അവിടെ പെർഫോം ചെയ്യാനുള്ളത്, 6 ആണ്, അതായത് റൈറ്റിലേക്ക് പോകാനാണ്. സോ ഞാനത് 6 കട്ട് ചെയ്തിട്ട് എയുടെ റൈറ്റിലേക്ക് വന്നു. എയുടെ റൈറ്റിലേക്ക് വരുമ്പോഴത്തേക്കിനും എന്താണ്, ഇവിടെ C എന്ന് പറഞ്ഞ നോഡാണ്. സോ ഇവിടെ ഞാൻ ആദ്യം പെർഫോം ചെയ്യേണ്ടത് എന്താണ്, D ആണ്. D എന്ന് പറഞ്ഞാൽ റൈറ്റ് ഡേറ്റ. സോ ഞാൻ ഈ D യെ കട്ട് ചെയ്തിട്ട് ഈ നോഡിനുള്ളിലെ ഡേറ്റ ഞാൻ ഔട്ട്പുട്ടിലേക്ക് റൈറ്റ് ചെയ്യുകയാണ്. സോ എന്റെ ഔട്ട്പുട്ടിൽ നെക്സ്റ്റ് C വന്നു. ഓക്കെ, ദെൻ എന്താണ് അടുത്ത ഓപ്പറേഷൻ എന്താണ് പെർഫോം ചെയ്യാനുള്ളത്, ഈ ഒരു നോഡിൽ L ആണ്. L എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് പോകാനാ. സോ ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ സിയുടെ ലെഫ്റ്റിലേക്ക് വന്നു. ലെഫ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ എന്താണ്, ഈ F എന്ന് പറഞ്ഞിട്ടുള്ള നോഡാണ് അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് നോഡ് എന്ന് പറഞ്ഞ സിയുടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ് ആദ്യം പെർഫോം ചെയ്യേണ്ടത്, റൈറ്റ് ഡേറ്റ. സോ ഞാൻ ഈ D കട്ട് ചെയ്തിട്ട് ഞാൻ ഈ Fനെ എന്ത് ചെയ്തു, ഔട്ട്പുട്ടിലേക്ക് റൈറ്റ് ചെയ്തു. സോ Fനെ ഞാൻ ഔട്ട്പുട്ടിലേക്ക് റൈറ്റ് ചെയ്തു. ദെൻ ഇതിന് ലെഫ്റ്റും ഇല്ല റൈറ്റും ഇല്ല. സോ അത് കട്ട് ചെയ്ത് കളഞ്ഞേക്കുക. ദെൻ ഈ വന്ന വഴിയെ തന്നെ നേരെ തിരിച്ചു പോവുക മുകളിലേക്ക്. അപ്പൊ സിയിൽ വന്നു. സിയിൽ വരുമ്പോഴത്തേക്കിനും എന്താ സംഭവിക്കുക, അവിടെ 6 ആണ്, ബാക്കി മിച്ചം പെർഫോം ചെയ്യാനുള്ള എന്താണ്, R എന്ന് പറഞ്ഞാൽ റൈറ്റിലോട്ട് പോകാനാണ്. സോ ഞാൻ ഇത് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ സിയുടെ റൈറ്റിലേക്ക് വന്നു. സോ റൈറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ എന്താണ് പെർഫോം ചെയ്യേണ്ട, ആദ്യം റൈറ്റ് ഡേറ്റയാണ്. സോ D ഞാൻ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, G യെ ഞാൻ എഴുതി, അതായത് അതിന്റെ ഔട്ട്പുട്ടിലേക്ക് എഴുതി അല്ലെ. ഇനി ഇവിടെ സ്വാഭാവികമായിട്ടും എന്താ, ലെഫ്റ്റും ഇല്ല റൈറ്റും ഇല്ല. സോ ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നോക്കുക, ഇവിടെ എല്ലാ നോഡിലും എല്ലാ ഓപ്പറേഷനും ഞാൻ പെർഫോം ചെയ്ത് കഴിഞ്ഞു അല്ലെ. അപ്പൊ സോ എനിക്ക് ഫൈനൽ കിട്ടിയ എന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, സോ ഇതാണ് എനിക്ക് ഫൈനൽ കിട്ടിയ ആൻസർ, ABDECFG. സോ ഈ ഒരു തന്നിരിക്കുന്ന ട്രീയിൽ ഞാൻ പ്രീ ഓർഡർ ട്രാവേഴ്സൽ ചെയ്താൽ എനിക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ഏറ്റവും ആദ്യമാണ് A വന്നിരിക്കുന്നത്. A എന്ന് പറഞ്ഞാൽ എന്താണ്, റൂട്ട് നോഡാണ് അല്ലെ.
അപ്പോ പ്രീ ഓർഡർ ട്രാവേഴ്സൽ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് എന്തായിരിക്കും? ഏറ്റവും ആദ്യം വരുന്ന ഈ ഒരു ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് നോഡായിരിക്കും. അപ്പൊ റൂട്ട് നോഡാണ് ഏറ്റവും ആദ്യം വരുന്നത് എവിടെ? പ്രീ ഓർഡർ ട്രാവേഴ്സലിൽ. നമ്മൾ ഇൻ ഓർഡർ ചെയ്യുമ്പോൾ റൂട്ട് നോഡ് എന്ന് പറഞ്ഞാൽ മിഡിലായിട്ട് വരും അല്ലെ? അപ്പൊ പ്രീ ഓർഡർ ആണെങ്കിൽ റൂട്ട് നോഡ് എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും വരുന്നത്? ഏറ്റവും ആദ്യമായിരിക്കും വരുന്നത്. സോ ഫസ്റ്റ് കിടക്കുന്ന നോഡ് എന്ന് പറയുന്നത് റൂട്ട് നോഡ് ആയിരിക്കും. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പ്രീ ഓർഡർ ട്രാവേഴ്സൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് നെക്സ്റ്റ്? അപ്പൊ നമ്മൾ ഇൻ ഓർഡർ കണ്ടു, പ്രീ ഓർഡർ, ഇനി പോസ്റ്റ് ഓർഡർ ആണ് അല്ലെ? സോ തേർഡ് ട്രാവേഴ്സൽ ആണ് പോസ്റ്റ് ഓർഡർ. നമുക്കത് ചെയ്യാം. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ. അപ്പൊ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സലിന്റെ ആ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ്? LRD ആണ്. അതായത് ഡിയുടെ പൊസിഷൻ ഏറ്റവും ലാസ്റ്റ് വരും അല്ലെ? അപ്പൊ LRD. സോ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇതാണ് എനിക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. സോ ഈ ഒരു ട്രീയിൽ ഞാൻ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? എല്ലാ നോഡിന്റെ അവിടെയും ഞാൻ ഈ LRD എന്നുള്ള ഫോർമാറ്റ് ഞാൻ എഴുതാൻ പോവാണ്. സോ എല്ലാ നോഡിന്റെ അവിടെ ഞാൻ കൊടുക്കുകയാണ് LRD. ഓക്കെ, അപ്പൊ എല്ലാ നോഡിലും ഞാനത് കൊടുത്തു. ഇനി ഞാനത് പെർഫോം ചെയ്യാൻ പോവാണ്. അതായത് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ ഞാൻ പെർഫോം ചെയ്യാൻ പോവാണ്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന റൂട്ട് നോഡിൽ നിന്നാണ്. A ആണ് റൂട്ട് നോഡ്. സോ ഇവിടെ ആദ്യം എന്താണ് കിടക്കുന്നത്? ലെഫ്റ്റിലേക്ക് പോകാനാണ് അല്ലെ? അപ്പൊ ഞാനിത് കട്ട് ചെയ്തിട്ട് ഞാൻ എയുടെ ലെഫ്റ്റിൽ വന്നു. എയുടെ ലെഫ്റ്റിൽ വരുമ്പോഴത്തേക്കും ഇവിടെ എന്താണ്? B എന്ന് പറഞ്ഞ നോഡാണ്. സോ ഇവിടെ എന്താണ് ആദ്യം പെർഫോം ചെയ്യേണ്ടത്? ലെഫ്റ്റിലേക്ക് പോകാനാണ്. സോ ഞാനിത് കട്ട് ചെയ്തു. അപ്പം എന്ത് ചെയ്തു? ബിയുടെ ലെഫ്റ്റിലേക്ക് വന്നു. ലെഫ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ എന്താണ്? അപ്പൊ ഇവിടെ ലെഫ്റ്റും ഇല്ല റൈറ്റും ഇല്ല. പിന്നെ എന്താണ് മിച്ചമുള്ളത്? ഡി എന്ന് പറഞ്ഞാൽ റൈറ്റ് ഡേറ്റ എന്നാണ്. അതായത് ഈ നോഡിനുള്ളിലെ ഡേറ്റ ഞാൻ ഔട്ട്പുട്ടിലേക്ക് റൈറ്റ് ചെയ്യാൻ പോവാണ്. സോ ഞാൻ ഡിയെ ഞാൻ റൈറ്റ് ചെയ്തു. ഓക്കെ, ദെൻ വന്ന വഴി തന്നെ നേരെ മുകളിലേക്ക് പോയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ പെർഫോം ചെയ്യാനുള്ള എന്താണ്? ഇനി 6 ആണ് അല്ലെ? അപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ ബിയുടെ 6ലേക്ക് വന്നു, റൈറ്റിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെ എന്താണ്? ഇ എന്ന് പറഞ്ഞ നോഡാണ്. സോ ആ നോഡിനെ ഞാൻ എന്ത് ചെയ്തു? അവിടെ നോക്കുമ്പോൾ ഇക്ക് ലെഫ്റ്റും ഇല്ല റൈറ്റും ഇല്ല അല്ലെ? പിന്നെ മിച്ചമുള്ള എന്താണ്? ഡി എന്ന് പറഞ്ഞ റൈറ്റ് ഡേറ്റ. അതായത് ഈ നോഡിനുള്ളിലെ ഡേറ്റ ഞാൻ ഔട്ട്പുട്ടിലേക്ക് റൈറ്റ് ചെയ്യാൻ പോവാണ്. സോ ഞാൻ ഇയെ ഞാൻ എന്ത് ചെയ്തു? റൈറ്റ് ചെയ്തു. ഓക്കെ, ഇനി വന്ന വഴി തന്നെ നേരെ മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ എന്താണ് പെർഫോം ചെയ്യാനുള്ളത്? മിച്ചം ഡി ആണ്. ഡി എന്ന് പറഞ്ഞാൽ റൈറ്റ് ഡേറ്റയാണ് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഡി ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ നോഡിനുള്ളിലെ ഡേറ്റ ഞാൻ ഔട്ട്പുട്ടിലേക്ക് റൈറ്റ് ചെയ്യുക. സോ ബി വന്നു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു? ഇവിടെ നേരെ മുകളിലേക്ക് പോകുമ്പോൾ ഞാൻ റൂട്ട് നോഡിൽ തന്നെയാണ് വരുന്നത്. ഇനി റൂട്ട് നോഡിൽ എന്താ പെർഫോം ചെയ്യാനുള്ള? റൈറ്റിലേക്ക് പോകാനാണ്. സോ ഞാൻ ഇവിടെ 6നെ കട്ട് ചെയ്തിട്ട് ഞാൻ റൈറ്റിലേക്ക് പോയി. ദെൻ ഇവിടെ വരുമ്പോഴത്തേക്കിനും എന്താണ്? ഈ സി എന്ന് പറഞ്ഞ നോഡാണ്. സോ ആ നോഡിൽ ആദ്യം പെർഫോം ചെയ്യേണ്ടത് എന്താണ്? ലെഫ്റ്റ് ആണ്. സോ ഞാൻ അത് കട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? അതായത് ഈ എൽ ഓപ്പറേഷൻ കട്ട് ചെയ്തിട്ട് ഞാൻ ലെഫ്റ്റിലേക്ക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ലെഫ്റ്റിലേക്ക് വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? അപ്പൊ ഇവിടെ എഫ് എന്ന് പറഞ്ഞ നോഡിൽ വന്നു. ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ എന്താണ്? ഇവിടെ ലെഫ്റ്റും ഇല്ല റൈറ്റും ഇല്ല. അപ്പൊ അതിനുണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും കട്ട് ചെയ്ത് കളയാം. മിച്ചമുള്ള എന്താണ്? ഡി എന്ന് പറഞ്ഞാൽ റൈറ്റ് ഡേറ്റ. സോ ഞാൻ ഈ ഡിയെ കട്ട് ചെയ്തിട്ട് ഇതിനുള്ളിലെ ഡേറ്റയെ അതായത് ഈ എഫ് എന്ന ഡേറ്റയെ ഞാൻ ഔട്ട്പുട്ടിലേക്ക് റൈറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡേറ്റ എന്നാണ്. അതായത് ഡി കാണുമ്പോൾ റൈറ്റ് ഡേറ്റ ആണ്. ഔട്ട്പുട്ടിലേക്ക് ഡേറ്റ അങ്ങ് റൈറ്റ് ചെയ്തോളുക. ഓക്കെ, ദെൻ ഞാൻ നേരെ മുകളിലേക്ക് പോകുമ്പോൾ സിയിൽ തന്നെ വന്നു. ദെൻ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ 6 എന്ന് പറയുന്നത് എന്താണ്? 6ലേക്ക് പോകണം. അപ്പൊ ഞാൻ ഇവിടെ റൈറ്റിലേക്ക് വന്നു അല്ലെ? അപ്പൊ ഞാൻ ഇവിടെ റൈറ്റിലേക്ക് വന്നപ്പോഴത്തേക്കും ഇവിടെ എന്താണ്? ഇവിടെ ജി എന്ന് പറഞ്ഞ നോഡാണ്. സോ ഞാൻ ഇതിന് ലെഫ്റ്റും ഇല്ല റൈറ്റും ഇല്ല അല്ലെ? പിന്നെ ഡി ആണ്. ഡി എന്ന് പറഞ്ഞ റൈറ്റ് ഡേറ്റയാണ്. സോ ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിനുള്ളിലെ ഡേറ്റ ഞാൻ ഔട്ട്പുട്ടിലേക്ക് എഴുതി. സോ ജി ഔട്ട്പുട്ടിൽ വന്നു. നേരെ മുകളിലേക്ക് വരുമ്പോൾ എന്താണ്? ഇവിടെ സിയിൽ മിച്ചം എന്താണ് പെർഫോം ചെയ്യാനുള്ളത്? ഡി ആണ്, റൈറ്റ് ഡേറ്റ. സോ ഞാൻ ഈ ഡി കട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ ഇവിടുത്തെ ഡേറ്റ ഞാൻ റൈറ്റ് ചെയ്തു. സോ സിയെ ഞാൻ ഇവിടെ റൈറ്റ് ചെയ്തു ഔട്ട്പുട്ടിൽ. ദെൻ ഞാൻ അവിടെ നിന്ന് നേരെ മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ എന്താണ്? ഇവിടെ ഡി ആണ്. ഡി എന്ന് പറഞ്ഞാൽ റൈറ്റ് ഡേറ്റ എന്നാണ് അല്ലെ? അപ്പൊ സോ ഞാൻ ഈ ഡിയെ കട്ട് ചെയ്തിട്ട് ഈ നോഡിനുള്ളിലെ ഡേറ്റ ഞാൻ റൈറ്റ് ചെയ്തു. അതായത് എ ഞാൻ ഔട്ട്പുട്ടിലേക്ക് റൈറ്റ് ചെയ്തു. ഓക്കെ, ഇനി നോക്കുക. എല്ലായിടത്തും നമ്മൾ പെർഫോം ചെയ്തു. കംപ്ലീറ്റ് നമ്മൾ ഓപ്പറേഷൻസ് പെർഫോം ചെയ്ത് കഴിഞ്ഞു അല്ലെ? അപ്പൊ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് ഈ എഴുതിയിരിക്കുന്നത്. അതായത് ഏതാണ്? DEBFGCA. ഓക്കെ, സോ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ ചെയ്തപ്പോൾ ഏറ്റവും ലാസ്റ്റ് വരുന്ന നോഡാണ് എന്ത്? റൂട്ട് നോഡ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇൻ ഓർഡർ ട്രാവേഴ്സൽ ചെയ്യുവാണെങ്കിൽ റൂട്ട് നോഡ് എന്ന് പറഞ്ഞ മിഡിൽ വരും. പ്രീ ഓർഡർ ട്രാവേഴ്സൽ ചെയ്യുവാണെങ്കിൽ റൂട്ട് നോഡ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം വരും. പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ ആണ് ചെയ്യുന്നതെങ്കിൽ റൂട്ട് നോഡ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനമായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം വേറെ ഏത് ക്വസ്റ്റ്യൻ എടുത്ത് നിങ്ങൾ ചെയ്തു നോക്കിയാലും ഇതൊക്കെ തന്നെ ഇങ്ങനെ തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും.
അപ്പം കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് ഇതുപോലെ ചെയ്തു നോക്കുക. ഓക്കെ, ഇതേ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കുക. അപ്പൊ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ട്രാവേഴ്സിങ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണിത്. സോ ഇതാണ് നമ്മുടെ ഈ ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പൊ 3 രീതിയിൽ ട്രാവേഴ്സ് ചെയ്യാം: ഇൻ ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ. പിന്നെ ഇത് കൂടാതെ ഒരു ട്രാവേഴ്സലിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതിനെ ലെവൽ ഓർഡർ എന്ന് പറയും. ഓക്കെ, അതായത് ലെവലിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുക. ഇപ്പൊ ഈ ഒരു ട്രീയെ തന്നെ ലെവൽ ഓർഡർ ട്രാവേഴ്സ് ചെയ്താൽ ആദ്യം ഔട്ട്പുട്ട് എ വരും, പിന്നെ ബി വരും, സി വരും, ഡി, ഇ, എഫ്, ജി. അതായത് ഈ ഒരു ഓർഡറിൽ അങ്ങ് ഔട്ട്പുട്ട് എഴുതിയാൽ മതി. സോ അതാണ് ലെവൽ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് പ്രത്യേകിച്ച് ഫോർമാറ്റ് ഒന്നുമില്ല. ഫസ്റ്റ് ലെവലിൽ ആദ്യം നമ്മൾ ഔട്ട്പുട്ട് എഴുതുക. ഇപ്പം ഫസ്റ്റ് ലെവലിൽ എ ആണ്, അപ്പൊ എ ആയിരിക്കും ഔട്ട്പുട്ട് വരിക. സെക്കൻഡ് ലെവലിൽ ബിയും സിയും ആണ്, അപ്പം എ കഴിഞ്ഞാൽ ബി സി എന്ന് എഴുതുക. ദെൻ തേർഡ് ലെവലിൽ ഡി, ഇ, എഫ്, ജി. സോ അതങ്ങനെ നിരത്തി എഴുതുക. ഓക്കെ, അപ്പൊ അത് ആ ലെവൽ വെച്ചിട്ട് അങ്ങ് എഴുതിയാൽ മതി. ഏത് ലെവലിൽ ആ ലെവൽ ഓർഡർ, അതിനെയാണ് നമ്മൾ ലെവൽ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബൈനറി ട്രീ ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബാക്കി പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.